ഹലോ ഗൈസ്, ഫ്ലൈൻഡറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് രാമേശ്വരത്താണ്. രാവിലെ എണീറ്റു. ഇപ്പോൾ സമയം ഒരു 8-8:30 ആയിട്ടുണ്ട് കേട്ടോ. 8:30 ആയിട്ടുണ്ട്. നമ്മൾ രാവിലെ ഇപ്പോൾ എണീറ്റുള്ളൂ, കുറച്ച് നേരത്ത് എണീറ്റ്. ഇനി നേരെ നമ്മൾ വൈകുന്നേരം ഒരു ഉച്ചയ്ക്ക് കഴിഞ്ഞൊരു 3 മണി 4 മണി സമയത്ത് നമ്മൾ ധനുഷ്കോടി പോകാനുള്ള പ്ലാന്. അതിന് മുമ്പ് നമ്മൾ രാമേശ്വരം കുറച്ചൊന്ന് കവർ ചെയ്യാൻ ഏതായാലും ഇങ്ങോട്ട് എത്തിയില്ല. അപ്പോൾ നമുക്കൊന്ന് രാമേശ്വരവും എല്ലാം കണ്ടിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മളിപ്പോൾ പാമ്പൻ പാലത്തിൽ പോയി. ഇന്നലെ നൈറ്റ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നൈറ്റ് ആയതുകൊണ്ട് നല്ല വ്യൂവും കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ നേരെ പാമ്പൻ പാലത്തിൽ പോവുകയാണ്. പാമ്പൻ പാലത്തിൽ നിന്ന് പിന്നെ രാമേശ്വരം ബീച്ച്, രാമേശ്വരം ടെമ്പിളിൻ്റെ ആ ഒരു ഏരിയ ഒന്ന് കവർ ചെയ്തിട്ട് നേരെ ഇങ്ങനെ റൂമിൽ വരാം. റൂമിൽ വന്നിട്ട് നേരെ ഒരു ഉച്ചയ്ക്ക് 3 മണി 4 മണി സമയത്ത് നേരെ ധനുഷ്കോടി പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങിയിട്ടുണ്ട്. അജി നമുക്ക് വെള്ളം എല്ലാം കലയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാം റെഡി ആവുന്നുണ്ട് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഒന്ന് ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചതിന് ശേഷം നമുക്ക് പോകാമെന്ന് വെച്ചു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് കഴിച്ചിട്ട് നേരെ നമുക്ക് പാമ്പാലത്തിൽ പോകാം കേട്ടോ. പിന്നെ നമ്മൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് കേട്ടോ. വേറെ വിഷയമൊന്നുമില്ല. എല്ലാവരും നല്ല സ്നേഹത്തോടെയൊക്കെ തന്നെ നമ്മൾ പെരുമാറിയത്. വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എല്ലാം ഓക്കെയാണ്. പിന്നെ നമ്മളിനി നേരെ ഇനി നമുക്ക് പിന്നെ വേറെ നമുക്ക് നമ്മുടെ അബ്ദുൽ കലാമിൻ്റെ ഒരു മെമ്മോറിയൽ ഇതുണ്ട് കേട്ടോ. ഒരു അബ്ദുൽ കലാം മുമ്പ് താമസിച്ചിരുന്ന വീട് അങ്ങനെ എന്തോന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അവിടെ പോകണം. പിന്നെ നമ്മുടെ 220 വേറെ വിഷയമൊന്നുമില്ല കേട്ടോ. എല്ലാം ഓക്കെയാണ്. സെൽഫ് ചെറിയൊരു വിഷയമുണ്ട്. എന്താ നമുക്ക് കാണിക്കണം. തിരിച്ചു വരാനായിട്ട് പാമ്പാലത്തിൽ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വർഷോപ്പിൽ കയറണം കേട്ടോ. കയറി കാണിക്കണമെന്നുണ്ട്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പോകണം കേട്ടോ. പിന്നെ ഗൈസ്, നമ്മൾ ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട ഒരു കണി എന്താണെന്ന് വെച്ചാൽ 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷമുണ്ട്. 100 സബ്സ്ക്രൈബർ ആയപ്പോൾ തന്നെ ഒരു പ്രത്യേക ഒരു സന്തോഷമുണ്ട് കേട്ടോ. എങ്ങനെ പറയണമെന്ന് അറിഞ്ഞൂടാ. പക്ഷേ 100 സബ്സ്ക്രൈബറെങ്കിലും എനിക്കൊരു 1 മില്യൺ സബ്സ്ക്രൈബർ ആയതിൻ്റെ ഒരു സന്തോഷമുണ്ട് കേട്ടോ. ഒരു പ്രത്യേക ഒരു സന്തോഷവും പ്രത്യേക ഒരു എനർജിയും അതുകൊണ്ട് എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം ഈ ധനുഷ്കോടി പോകുന്നു എന്ന അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇട്ടതിന് ശേഷം എനിക്ക് ഒരുപാട് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോയും കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടിനെ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പാമ്പൻ പാലം എത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ പാമ്പൻ പാലം. ഇവിടെയാണ് ഒരു റെയിൽവേ സ്റ്റേഷൻ ഉള്ളത്. റെയിൽവേ സ്റ്റേഷനിലെ റെയിൽവേ പാളം. ഈ പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ ഈ സൈഡാണ് കേട്ടോ. ഈ സൈഡ് അവിടെ ബോർഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സൈഡാണ് പാമ്പൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇഷ്ടംപോലെ ബോട്ടുകൾ ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഇത് പാലം പോയിരിക്കണുണ്ടോ അങ്ങനെ. ഈ ഒരു ബമ്പിൽ വെച്ചാണ് അജിയുടെ വണ്ടിക്ക് വേറൊരു പണി കിട്ടിയത്. നമ്മൾ നൈറ്റാണ് ബമ്പ് കണ്ടില്ല. അപ്പൊ എടുത്തൊരു ചാട്ടം ചാടി അതിന്റെ ടോപ്പ് ബോക്സിന്റെ വെയിറ്റ് ഉണ്ട്. ആ ഗ്രാബറിലൊക്കെ താന്നു കേട്ടോ. അതൊനി ഒന്ന് ശരിയാക്കണം. അപ്പൊ നമ്മള് പാമ്പൻ പാലത്തിലെത്തി. ഇവിടെ നിർത്താം. നമുക്ക് പാലമൊക്കെ കണ്ടിട്ട് പോവാം. ഓക്കെ. ഒരു രക്ഷയില്ലാത്ത വ്യൂ കേട്ടോ. കടലൊക്കെ കണ്ട നല്ല നീല കളറിൽ കിടക്കുന്നു. ക്യാമറ താഴെ പോകും. നല്ല നീല കളറിൽ കിടക്കുന്നു. ആഴമില്ല കേട്ടോ. അതുകൊണ്ട് കല്ലൊക്കെ കാണാം. ഇതാണ് നമ്മുടെ പാമ്പലം. എന്നിട്ട് ബോട്ടൊക്കെ വരുമ്പോഴൊന്ന് തുറക്കും കേട്ടോ. അങ്ങനെ രണ്ടായിട്ട് തുറന്ന് ബോട്ടിനൊക്കെ പോകാൻ വേണ്ടി തുറന്നു കൊടുക്കും. ഇപ്പൊ ട്രെയിനൊന്നും ഇല്ല. ഭാഗ്യം ഉണ്ടെങ്കിൽ ട്രെയിൻ വരും. പിന്നെ ആ ഒരു ഭാഗമാണ് ധനുഷ്കോടി വരുന്നത്. ആ ഒരു ഭാഗം ധനുഷ്കോടി വരും. വിസ കടലൊക്കെ ഇങ്ങനെ കിടക്കണുണ്ടോ. നല്ല രസമുണ്ടല്ലേ കാണാൻ. നല്ല ഇങ്ങനെ നീല കളറിൽ ഇങ്ങനെ കിടന്ന അവിടെ ഇഷ്ടം പോലെ ബോട്ട്. അതിന്റെ ഫ്രണ്ടിൽ കൂടെ ഒരു ബ്രിഡ്ജ്, റെയിൽവേ പാളം, നല്ല നീല കളറിലുള്ള കടല്. കാണുന്ന ഒരു പ്രത്യേക ഭംഗിയുണ്ട് കേട്ടോ. സ്റ്റാർട്ടായി ഗൈസ്, വണ്ടി സ്റ്റാർട്ടായി ഗൈസ്. അപ്പൊ അജിയുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാന്ന് വെച്ചാൽ ചെറിയൊരു വർക്ക്ഷോപ്പ് കണ്ടു. അപ്പൊ അങ്ങനെ ഒന്ന് വന്നിട്ടുണ്ട്.
ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ വണ്ടി ചെറുതായിട്ടൊരു പണിയായി കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ അജിയുടെ വണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയതിന് ശേഷം അജിയുടെ വണ്ടി ശരിയാക്കണമെങ്കിൽ ഇനിയൊന്ന് നമുക്ക് ഹിമാലയൻ്റെ റോയൽ എൻഫീൽഡ് ഷോറൂമിൽ തന്നെ പോകണം. അത് കഴിഞ്ഞ് നമുക്കൊന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എൻ്റെ വണ്ടി സെൽഫ് എടുക്കുന്നില്ല. സംഭവം കാണുന്നത് വെച്ചാൽ റെഗുലേറ്ററല്ല, നമ്മുടെ റിലേ പോയതാണ് കേട്ടോ. ഇനി റിലേ മാറണം. അതാണ് ഇന്നത്തെ പരിപാടി. എന്തായാലും നമ്മളെ 220 ഇപ്പോൾ ഇവിടെ തന്നെ ശരിയാക്കും. പക്ഷേ ഹിമാലയൻ്റെ സ്പെയർ പാർട്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്കൊന്ന് അങ്ങ് റോയൽ എൻഫീൽഡ് ഷോറൂം വരെ പോകേണ്ടി വരും. അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അപ്പോൾ വണ്ടി സെറ്റ് ആയിട്ടുണ്ട്. 50 രൂപയുള്ളൂ കേട്ടോ പണിക്കൂലി. എന്തായാലും നമ്മളിവിടെ നിന്ന് പോകാനുള്ള പ്ലാനാണ് കേട്ടോ. ശരിയാണ്. അപ്പോൾ അജിയുടെ വണ്ടി എന്ന് വെച്ചാൽ നമ്മുടെ 6 യൂണിറ്റ് പോയി കേട്ടോ. അതിൻ്റെ കംപ്ലൈൻറ്റ് ആയപ്പോൾ ഇവിടെ സ്പെയർ പാർട്ടും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ അവിടെ നമുക്ക് റോയൽ എൻഫീൽഡ് ഷോറൂം ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ ഞാനും അജിയും കൂടെ പോവുകയാണ് കേട്ടോ. ഞാൻ ഈ 220 എന്തായാലും നമ്മൾ റൂമിൽ കൊണ്ട് വെച്ചതിന് ശേഷം ഞാനും അജി കേട്ടോ അവൻ്റെ ഹിമാലയം അങ്ങ് പോകും. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട്. എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഇപ്പോൾ ഇന്നലെ വർക്ക്ഷോപ്പിൽ അജിയുടെ വണ്ടി കയറ്റിയിട്ടുണ്ട്. വർക്ക്ഷോപ്പിലല്ല ഹിമാലയൻ്റെ ഷോറൂമിൽ. നമ്മൾ അവിടെ നിന്ന് രാമനാഥപുരത്തിലെത്തി ഷോറൂമിൽ ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ അകത്ത് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 6 യൂണിറ്റ് മാറണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് മാറാൻ വേണ്ടി ഇപ്പോൾ കൊടുത്തേക്കുക. നമ്മളെന്തായാലും ജസ്റ്റ് അകത്ത് വെയിറ്റ് ചെയ്യാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ റോയൽ എൻഫീൽഡിൽ നിന്ന് എന്തായാലും ഇറങ്ങിയിട്ടുണ്ട്. സംഭവം നമ്മൾ 6 യൂണിറ്റ് പോയാണ് കേട്ടോ. കേട്ടോ നമ്മൾ എൻഫീൽഡിൻ്റെ 6 യൂണിറ്റാണ്. അത് അടിച്ചു പോയി. അപ്പോൾ നമ്മൾ വേറെ എടുത്തിട്ടുണ്ട്. റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് നല്ല സർവീസായിരുന്നു. ഞാൻ നാട്ടിലത്തെ ആൾക്കാരെയും വിളിച്ചു, അവരും നല്ല ഇതായിരുന്നു. ഇവിടുത്തെ തമിഴ്നാട്ടിലെ ആൾക്കാരാണെങ്കിലും അവർ നല്ല രീതിയിൽ നമ്മളെ കോപ്പറേറ്റ് ചെയ്തു. അതെ അതെ. അപ്പോൾ നമ്മളെന്തായാലും മാറി നമ്മളിവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ്. റേറ്റ് വന്നിട്ട് 2651. ഇതാണ് റേറ്റ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇനി നേരെ നമ്മളെ നേരത്തെ പ്ലാൻ ചെയ്ത പോലെ എന്തായാലും പോവുകയാണ്. ഓക്കെ ഗൈസ്, ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അജിയുടെ കോമ്പിനേഷനാണ് കേട്ടോ. അതൊരു മുട്ട ബിരിയാണി പറഞ്ഞ് മുട്ട ബിരിയാണി എന്നുണ്ട്, ഒരു കോഫിയുടെ ഒരു ഷേക്ക്, മുട്ട ബിരിയാണി ഷേക്ക് നമ്മളെ അജിയുടെ കോമ്പിനേഷനാണ് കേട്ടോ. ഉറക്കം വരില്ല. അത് ബിരിയാണിയും കോഫി നല്ല കോമ്പിനേഷൻ. ഗൈസ്, അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഫുഡ് കഴിച്ചിട്ട് നേരെ APJ അബ്ദുൽ കലാം മെമ്മോറിയൽ അവിടെ പോകുന്നു. സെറ്റല്ലേ? അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നു. ഓക്കെ, ഞാൻ വീഡിയോയിൽ കാണാം. ഗൈസ്, നമ്മൾ ഇങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. റൂമിൽ നിന്ന് ഇറങ്ങി ഫ്രഷായി ഇറങ്ങി ഞാൻ എടുക്കാം. ഗൈസ്, നമുക്കിവിടെ കയറാൻ പറ്റില്ല കേട്ടോ. സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഫോണ്, വണ്ടിയുടെ ചാവി, ഹെൽമെറ്റ്, ക്യാമറ ഒന്നും അകത്തോട്ട് കയറ്റില്ല. അപ്പോൾ വീഡിയോയും കാര്യങ്ങളും എടുക്കാൻ പറ്റില്ല. എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് കയറാമായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ ബാഗും ഒന്നുമില്ല. അപ്പോൾ ഈ ക്യാമറ, ഫോണ്, വണ്ടിയുടെ ചാവി, അപ്പോൾ ഇതൊന്നും നമുക്ക് അവിടെ ബാഗില്ലാത്തതുകൊണ്ട് വേറെ അടുത്ത് വയ്ക്കാനും പറ്റിയില്ല. പിന്നെ അവർ വെച്ചിരിക്കുകയില്ല. അപ്പോൾ അതും വേറൊരു സീനായി. പിന്നെ നമുക്ക് ഈ സാധനങ്ങളൊന്നും ഒരിടത്തും വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ നമ്മളിങ്ങനെ കയറണമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ എന്തായാലും തിരിച്ച് പോകാമെന്ന് വിചാരിച്ച് എന്തായാലും സമയം കളയല്ല. നമുക്ക് നേരെ ഇനി പോയിട്ട് ധനുഷ്കോടി പോകാനുള്ള പ്ലാനാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇനി പോയി കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി വേറെ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. കുറച്ച് റെസ്റ്റ് എടുക്കുന്നു. ഞാൻ ധനുഷ്കോടി പോകുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും കഴിഞ്ഞിരിക്കുന്നു. നമ്മളിപ്പോൾ റൂമിലെത്തി. നമ്മൾ ഇന്നത്തെ വണ്ടിയുടെ കുറച്ച് പണികളും പിന്നെ നമ്മൾ APJ അബ്ദുൽ കലാമിൻ്റെ അവിടം വരെ പോയത്. അകത്ത് കയറാൻ പറ്റിയില്ല, എന്നാലും അവിടം വരെ പോയല്ലോ. കാരണം അകത്ത് കയറാത്തന്നെ നമ്മളെ ഫോണും കാര്യങ്ങളൊന്നും അകത്തോട്ട് കയറ്റുന്നില്ല, പിന്നെ ക്യാമറ കയറ്റുന്നില്ല, ഹെൽമെറ്റ് കയറ്റുന്നില്ല. പിന്നെ അവിടെ അവർ സ്റ്റോർ ചെയ്യില്ല. പിന്നെ നമ്മൾ ബാഗ് കൊടുത്തില്ല, പിന്നെ എവിടെ വയ്ക്കാൻ നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ തിരിച്ച് പോകുന്നു. എന്തായാലും കുഴപ്പമില്ല. എന്നാലും ബീച്ചിലൊന്നും പോകാൻ പറ്റില്ല. കാരണം വണ്ടിയുടെ നമ്മളെ 2 വണ്ടിക്ക് കുറച്ച് പണികളും കാര്യങ്ങളും കിട്ടുകയാണ്. നമ്മൾ ബീച്ചിലോട്ടും പോയില്ല. നമ്മൾ ബീച്ചിൽ എന്തായാലും പോകും. രാമേശ്വരം ബീച്ച് എന്തായാലും ഇവിടം വരെ വന്നതല്ലേ. ഇനി എപ്പോൾ വരാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ എന്തായാലും പോകണം. നാളെ എന്തായാലും പോകണം. നമ്മൾ നാളെ ബീച്ചിൽ പോയിട്ട് നാളെ രാവിലെ ബീച്ച് തന്നെ. ബീച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നതാണ്. എറണാകുളത്തേക്ക് തിരിച്ച് പോകും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ല ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.